പട്ടണം മുഷിയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ചിലപ്പോൾ മാസങ്ങളോളം ഇവിടെ താമസിക്കാറുണ്ട്. ബാ. രണ്ട് കരിക്ക് കൊടുത്തേക്കണം. Come on. മൂന്നാമത്തെ വയസ്സ് വരെ ഞാൻ ഇവിടെയാ വളർന്നത്. അമ്മ മരിച്ചതും ഈ വീട്ടിൽ വെച്ചാണ്. അമ്മയെ കാണാൻ ഞാനിവിടെ വരാറുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അമ്മയെ ഞാൻ കാണും, സംസാരിക്കും. മരിച്ചവരെ കുറിച്ച് രാജന് പറയാനുള്ളൂ. I'm sorry. നീ അടുത്തുള്ളപ്പോൾ ഈ സമയം എന്റെ കഥ പറഞ്ഞു കളയാനുള്ളതല്ല. നീ ഇന്ന് വല്ലാതെ സുന്ദരിയായിരിക്കുന്നു. എന്തൊരു വീർപ്പുമുട്ടൽ. അത് തുറക്കണ്ട ഗീതേ. കുറച്ചുനേരം സ്വരമായി സംസാരിക്കാനാണ് നമ്മളിങ്ങോട്ട് വന്നത്. എനിക്ക് പേടിയോ? ഇനിയും നീ ആരെയാ പേടിക്കുന്നത്? എന്റെ അനുവാദമില്ലാതെ ഒരു മനുഷ്യന്റെ ഉച്ഛ്വാസം പോലും ഈ വീട്ടിൽ കടന്നു വരില്ല. പ്ലീസ്. ഗീതേ, വരൂ. കൺഗ്രാറ്റുലേഷൻസ്. ഗീതയ്ക്ക് ഒരെഴുത്തുണ്ട്. അമ്മ എനിക്കും എഴുതിയിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ വിളിക്കുമല്ലോ അല്ലേ? ഗീത പൊയ്ക്കുള്ളൂ. ഗീതേ, എന്ത് പറ്റി? അമ്മയുടെ കത്ത് വന്നു. എന്താ വിശേഷം? ഞാൻ പേടിച്ചിരുന്നത് തന്നെ. പരീക്ഷ കഴിഞ്ഞ് ചെന്നാലുടനെ വിവാഹം നടത്താൻ അച്ഛൻ തീരുമാനിച്ചെന്ന്. വിളിച്ചോണ്ട് പോകാൻ 2 ദിവസത്തിനകം ഗോപിച്ചേട്ടൻ വരും. ഞാൻ എന്ത് ചെയ്യും സാലി? തീർച്ചയായും വീട്ടുകാരനുസരിക്കണം. ഇല്ല, എന്നോട് ആലോചിക്കാൻ എന്തിനാ തീരുമാനിച്ചത്?
രാജുവിന് വേണ്ടി വീട്ടുകാരെ എതിർക്കാൻ നിനക്ക് കഴിയുമോ? ഗോപിയെ നിനക്ക് ഇഷ്ടമല്ലേ? അച്ഛനും അമ്മയ്ക്കും പണ്ട് മുതലേ ഗോപിയേട്ടന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഈ സമയത്ത് തന്നെ ഈ തീരുമാനം ഉറപ്പിച്ചത് നിന്റെ ഭാഗ്യമാണ്. സാലേ, നീ അകപ്പെട്ടു പോയ പുതിയ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിധി തന്നെ കൊണ്ടുവന്ന വഴിയാണിത്. ഗോപിയെ നിനക്ക് കൊച്ചുനാള് മുതലേ അടുത്തറിയാം. വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനാണ്. കൗതുകം കൊണ്ടുള്ള പ്രേമവും ജീവിതവും രണ്ടാണ്. ഇന്നോ നാളെയോ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഗോപിച്ചേട്ടൻ വരും. ഞാൻ എന്ത് ചെയ്യണമെന്ന് രാജു പറയണം. എത്ര കാലമായി നീയും ഗോപിയും പരിചയമായിട്ട്? ഞാൻ പറഞ്ഞില്ലേ, 3-ാമത്തെ വയസ്സ് മുതൽ ഗോപിച്ചേട്ടൻ വളർന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. നീയും അയാളും തനിച്ച് വീട്ടിലായിരുന്നു? എത്രയോ വട്ടം. ഇടവപ്പാതയിലെ കൂടിച്ചൊരിയുന്ന മഴയത്ത്, തണുപ്പ് നുരഞ്ഞിറങ്ങുന്ന രാത്രികളിൽ നീ അയാളുടെ സാമീപ്യം കൊതിച്ചിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെ കിഴിഞ്ഞു ചോദിക്കുന്നത്? ഞാൻ പറയാം. ഒരു മൂത്ത സഹോദരനെ പോലെ ഗോപിച്ചേട്ടൻ എന്നോട് പെരുമാറിയിട്ടുള്ളൂ. പരീക്ഷ കഴിഞ്ഞു. വീട്ടുകാരെ എതിർക്കാനുള്ള കരുത്ത് എനിക്കില്ല. രാജു ഇളയമ്മയോട് സംസാരിക്കണം. ഇതൊക്കെ പഴയ കാര്യങ്ങളല്ലേ?